ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ആക്സിഡന്റ് വന്നപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് അത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ്. നമസ്കാരം, എൻ്റെ പേര് ഗിൽന ജിൻസൺ. ഇത് എൻ്റെ അമ്മ സീന സൈമൺ. ഞങ്ങൾ എറണാകുളം ജില്ലയിലെ കണ്ടക്കടവ് സ്വദേശികളാണ്. ഞാനും അമ്മയും കൂടെ ഒരു യാത്രയിലായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ഇളയ മകളും കൂടി ഉണ്ടായിരുന്നു. പൊട്ടിച്ച് വെളിയിൽ വെച്ചാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് വണ്ടിയുടെ ബാലൻസ് പോകുമായിരുന്നു. കാരണം എൻ്റെ അമ്മ ഫെയിൻ്റായിട്ട് വീഴായിരുന്നു. വണ്ടിയും ഞാനും കൊച്ചും ഒരേപോലെ വീണു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചില്ല. പക്ഷെ മമ്മി ബോധം കെട്ട് വീണപ്പോൾ ഞാൻ ശരിക്കും പാനിക്കായിപ്പോയി. അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങളെല്ലാവരും സഹായിച്ചു. ചേച്ചി വന്ന് ഞങ്ങൾ ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോൾ മമ്മി എന്തോ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഡോക്ടറിന് ഡൗട്ട് തോന്നിയിട്ട് CT സ്കാൻ എറണാകുളത്ത് പുല്ലപ്പടിയിൽ ചെയ്ത് തിരിച്ച് വന്നപ്പോഴാണ് പറയുന്നത് ആക്സിഡൻറ്റിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് 3 പേർക്കും ഒന്നും സംഭവിച്ചില്ല. പക്ഷേ മമ്മിക്ക് മെനിഞ്ചിയോമ എന്ന് പറയുന്ന ഒരു ട്യൂമർ ഉണ്ടെന്ന് ഈ ഡോക്ടർ സംശയം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അമ്മയെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ആക്സിഡൻറ്റ് വന്നപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് അത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുന്ന് കിട്ടുന്ന സർവീസ് അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാണ്. അങ്ങനെ ഇവിടുത്തെ വെങ്കടേഷ് ഡോക്ടറിനെ കുറിച്ചാണ് ഈ ഡോക്ടർ പറഞ്ഞത്. നല്ലൊരു ന്യൂറോ സർജൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ എന്ന് വരെ ചിന്തിച്ചു. പക്ഷേ അവിടുത്തെ ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളതാണ് നമ്മുടെ വെങ്കടേഷ് ഡോക്ടർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഇവിടെ മമ്മിയെ കൊണ്ടുവന്നു. ഇവിടെ ചെന്ന് MRI സ്കാൻ ചെയ്തപ്പോൾ മമ്മിയുടെ തലയിലെ ട്യൂമർ ശരിക്കും പറഞ്ഞാൽ 6 സെൻറ്റിമീറ്ററോളം വലിപ്പം ഉണ്ടായിരുന്നു. അതായത് ഓപ്പറേഷൻ അല്ലാതെ വേറൊരു മാർഗം ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. ഞങ്ങളത്ര സാമ്പത്തികമുള്ളവരൊന്നും അല്ല, മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഞാൻ സാറിനോട് പറഞ്ഞു. സാറാണ് എന്നെ ആദ്യമേ റൂമിലോട്ട് വിളിച്ചിട്ട് ഈ വിവരം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പാനിക്കായിപ്പോയി. എന്ത് ചെയ്യണം എന്നായിപ്പോയി. സാർ പറഞ്ഞു ഡോണ്ട് വറി, ഒട്ടും പേടിക്കണ്ട. പ്രത്യേകിച്ചൊരു കാര്യം പറയട്ടെ, സാറിൻ്റെ ആ ഒരു ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടിയുള്ള സാറിൻ്റെ സംസാരം ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് തന്നത്. ഞാൻ പറഞ്ഞു സാറേ, കരഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു സാറേ എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയെ രക്ഷിക്കണം. അപ്പോൾ ഇങ്ങനെ ക്ലെയിമിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ആ സാറിൻ്റെ ആ ഒരു സമാധാനപരമായ വാക്കാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ കാരണം. എല്ലാ ദിവസവും വരും, പേഷ്യൻറ്റിനെ നോക്കും. സീനെ കുഴപ്പമൊന്നുമില്ല കേട്ടാ, ഞാൻ സെറ്റാക്കി തരാം എന്ന് പറഞ്ഞു. അദ്ദേഹം സർജറിക്ക് തലേ ദിവസം പറഞ്ഞിരുന്നത് മെയിൻ രക്തക്കുഴലിൻ്റെ സൈഡിൽ കൂടി പോകുന്ന ഭാഗം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം അത് ഡേഞ്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും എൻ്റെ പപ്പയും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി, എന്ത് ചെയ്യണമെന്നായി. പക്ഷേ എന്തോ ഒരു മിറാക്കിളാണ് സംഭവിച്ചത്. പിന്നെ വെങ്കടേഷ് സാറിൻ്റെ ഒരു എന്താ പറയുക ക്വാളിറ്റി അതും ഇതിൽ കാണാൻ പറ്റി. അദ്ദേഹം 100% മെനിഞ്ചോമ എന്ന് പറയുന്ന ആ ഒരു ട്യൂമർ എൻ്റെ അമ്മയുടെ തലയിൽ നിന്ന് മാറ്റി തന്നു. സത്യമായിട്ടും ഞാൻ ആ മനുഷ്യനെ ദൈവതുല്യനായിട്ടാണ് കാണുന്നത്. ദൈവതുല്യനായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ അമ്മയെ മനുഷ്യൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചു. രോഗികളോടും അതുപോലെ ബൈസ്റ്റാൻഡേഴ്സുമാരോടും ഞാൻ പല ഹോസ്പിറ്റലുകളിൽ നിന്നിട്ടുണ്ട്, വേറെ രോഗികളെയൊക്കെ നോക്കിയിട്ടുണ്ട്, എൻ്റെ അമ്മായിമ്മയൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നെങ്ങും കിട്ടാത്ത ഒരു സമാധാന വാക്കുകളാണ് ഈ സാറ് പറയുന്നത്. വരും, റൂമിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എങ്ങനെയുണ്ട് സീനെ, കൊള്ളാമോ, ആ ഒരു വാക്ക് മതി. പിന്നെ അതുപോലെ നമ്മളെ ആണെങ്കിൽ സമാധാനിപ്പിക്കും. ഒരുപാട് ടെൻഷനൊന്നും തരാതെ. ഇപ്പം നമ്മൾ പാനിക്കാണല്ലോ ഓൾറെഡി. അപ്പോൾ നമ്മളെ ഒട്ടും ടെൻഷൻ അടിപ്പിക്കാത്ത രീതിയിൽ വിശദമായ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്ന് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഞാൻ പേഴ്സണലി പറയുന്നു, ഇവിടുത്തെ ഈ മെഡിക്കൽ ട്രസ്റ്റിലെ ന്യൂറോ സെക്ഷനിൽ നമ്മുടെ വെങ്കടേഷ് ഡോക്ടറിനെ കുറിച്ച് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഗ്യാരണ്ടിയാണ്, 100% ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു. നമസ്കാരമുണ്ട് എല്ലാവർക്കും. എൻ്റെ പേര് സൈമൺ. ഞാൻ ഇല്ലായിരുന്നു, ആന്ധ്രയിലായിരുന്നു. ഇവിടെ ഞായറാഴ്ച എത്തിയപ്പോഴാണ് വിവരങ്ങളെല്ലാം അറിഞ്ഞത്. ഇത് കഴിഞ്ഞപ്പോൾ തിങ്കളാഴ്ച ഞാൻ ഡോക്ടറിനെ കാണേണ്ട ഒരു കാരണം വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, വിഷമിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതങ്ങനെ എനിക്കത്രം പോയില്ല. ഇങ്ങനെ കേട്ട് ഇങ്ങനെ മന്നിച്ച പോലെ നിന്ന്. ഇത് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ പിന്നെ രണ്ടാമത് എന്നെ വിളിപ്പിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിലൊരു ഉറപ്പുണ്ടാകും വെങ്കടേഷ് സാറിനെ പറ്റി. കാരണം ഞാൻ തിരക്കി എല്ലായിടത്തും അറിഞ്ഞപ്പോഴും ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കണ്ടു. നമ്മുടെ ഡോക്ടർ എനിക്ക് 100% ഉറപ്പാണ്. അങ്ങനെ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് ചെയ്തത്. ഞങ്ങളൊരു കുടുംബ ഫാമിലി പോലത്തെ ഒരു ആശുപത്രിയാണിത്. കർത്താവിൻ്റെ രൂപത്തിലൂടെയാണ് ആ ഡോക്ടർ ഞങ്ങളെ സമീപിച്ചതെന്ന് പറയാൻ പറ്റും. അപ്പോൾ ദൈവത്തിന് തുല്യമായിട്ടാണ് ഞാൻ ആ ഡോക്ടറിനെ കാണുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ അസുഖങ്ങളെല്ലാം മാറി. എന്നാൽ ഡോക്ടർ പറഞ്ഞത് ഇന്ന് ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞ് ദൈവത്തിന് 1000 നന്ദി.
ഞങ്ങൾക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നിന്ന് കിട്ടിയത്. കാരണം ഓരോരുത്തരും വരുന്ന അവരുടെ ആ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരികൾ, അപ്പോൾ ശരിക്കും ഞങ്ങൾക്കൊരു വീട് തന്നെയാണിത്, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. കാരണം അവരത്രയ്ക്കും നന്നായിട്ട് എൻ്റെ അമ്മേനെ കെയർ ചെയ്തു. എൻ്റെ അമ്മയ്ക്ക് പെയിൻ വരുമ്പോൾ ഞാൻ അവിടെ ചെന്ന് പറയാം, അപ്പം തന്നെ വന്നിച്ച് അതിനുള്ള സൊല്യൂഷൻ അപ്പം തന്നെ കാണുക. സി വാർഡ്, അതായത് ന്യൂറോ സെക്ഷൻ, വളരെ നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ എല്ലാവർക്കും, വെങ്കടേഷ് ഡോക്ടറിനും ടീമിനും അതുപോലെ ഇവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫിനും എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സംസാരിക്കാനായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വെങ്കടേഷ് സാറിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അത്ര ദൈവതുല്യമായ ഒരു വ്യക്തിയായിരുന്നു. ആ ചിരി കണ്ടാൽ മതിയായിരുന്നു. പിന്നെ എല്ലാ സ്റ്റാഫും നല്ല കെയറിങ് ആയിരുന്നു. അവരൊരു പ്രത്യേക പ്രകടനം കൊണ്ടായിരിക്കും ദൈവം എപ്പോഴും സൗഖ്യപ്പെടുത്തിയത്.